ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു മധുഹൂത്ത് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ തക്കാളി ഇല്ല, പച്ചമുളകില്ല. അപ്പോൾ വേഗം വിട്ടു കടയ്ക്ക്. എന്നാൽ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങാം. അവിടെ നമ്മളെ സ്വന്തം ആൾക്കാർ 5 റിയാലിന് ഫ്രൂട്ട്സാണിത്. ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ, വേറെ ആർക്കും അങ്ങനെ കിട്ടൂല. നമ്മളൊരു ചങ്കായതുകൊണ്ട് അങ്ങനെ തരികയാണ് അവന് അഡ്ജസ്റ്റ്മെൻറ്റിൽ. 5 റിയാലിന് 3 പഴം തന്നെ ചിലപ്പോൾ കിട്ടൂല. ഇത് കണ്ടമാനം ഓറഞ്ച്, ആപ്പിള്, മുന്തിരി എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുന്ന് സെറ്റാക്കി ഫ്രിഡ്ജിക്ക് കയറ്റി. തക്കാളി കണ്ടില്ലേ, തക്കാളി 2 റിയാലിന് ഒരു മനുഷ്യന് ഇവിടെ കിട്ടൂല കേട്ടോ. എത്ര 1 കിലോ തക്കാളിക്ക് തന്നെ 7-8 റിയാൽ കൊടുക്കണം ഇവിടെ. എന്നാൽ പിന്നെ മധുഹൂത്ത് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങുക. ഇഞ്ചിയൊക്കെ ഒന്നിട്ട് ചിരണ്ടി, 2 തക്കാളി, 1 ഉള്ളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ, ഒരു മാഗി ക്യൂബ്, അത്രേ ഇതിന് വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അരി അബൂക്കാസിൻ്റെ ബസ്മതി റൈസാണ്. അപ്പോൾ 1 മണിക്കൂർ അത് വെള്ളത്തിലൊന്ന് പൊതിരാൻ വെക്കണം. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, ലേശം കുരുമുളക് ഇട്ടിട്ട് നമ്മളെ ഇടിമുട്ടിയിലിട്ടൊന്നും ചതച്ചിട്ട് കോഴി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടൊന്ന് കഴുകണം. അങ്ങനെ സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് നമ്മളെ കുക്കറിൻ്റെ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അരിഞ്ഞച്ച ഉള്ളിയൊക്കെ ഇട്ട് കണ്ടാണ് വാട്ടിൽ കൊടുത്ത്. ഇതൊന്നല്ല ഇപ്പോൾ ഇടങ്ങേറ്, പള്ളയാണ് വലിയ പ്രശ്നക്കാരൻ. അപ്പോൾ അതൊന്ന് കുറഞ്ഞിട്ടാൻ വേണ്ടി പല സർക്കസും നമ്മൾ ചെയ്യും. ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളി വാടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ കുറച്ച് നേരത്തിനൊന്ന് ചാടാലോ വെച്ചിട്ടേ വൈകുന്നേരം ഓട്ടം വേറെ ഉണ്ട് കേട്ടോ. അതൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടും ഡെയിലി. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഹൗസ് ഡ്രൈവർമാർക്ക് എന്ന് പറയുമ്പോൾ വേറെ ശരീരം ഇളകിയുള്ളൊരു പണിയില്ല. ഓട്ടം പോയി വന്നാൽ നേരെ റൂമിൽ വൈഫൈ ഉണ്ടാവും. അവിടെ കിടന്ന് പിന്നെ ചാറ്റിങ്ങും അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടേ വേറെ ഒരു പരിപാടിയില്ല. ഈ റൂമിൽ കിടന്ന് തന്നെ പിന്നെ ഓട്ടം വന്നാൽ ഓട്ടം പോവുക. ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞു. അതിലേക്കൊരു ചെറുനാരങ്ങയും കൂടിയാണ് പിഴിഞ്ഞിട്ട് നമ്മളെ കോഴി അതിലിട്ടിട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഒന്നര ഗ്ലാസ് വെള്ളത്തേക്ക് എന്ത് ചെയ്യുക, 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഇപ്പോൾ ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ വരെ കാത്തിക്കുക. ഈ കുക്കറിൽ തുറന്നിട്ട് നമ്മൾ പുതിരാൻ വെച്ച അരി അയക്കിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി അധികം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് 2 വിസിലണ്ട് അടുപ്പിക്കുക. പരിപാടി കഴിഞ്ഞു. അഞ്ച് മിനിറ്റ് കൊണ്ട് 2 വിസിലടിച്ചു. ഇന്നലെ കഴിഞ്ഞിട്ട് വെള്ളം. അപ്പോൾ അത് മറിജാന് പോയിട്ട് ആ വെള്ളം നിറച്ചുകൊടുന്നിട്ടേ കുക്കർ തുറക്കാം.
ഓക്കെ, നമ്മുടെ മധുഹൂത്ത് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതുമായി നമ്മൾ ചങ്കിൻ്റെ റൂമിൽ പോയിട്ടിരുന്നിട്ട് രണ്ടാളും കൂടി കഴിക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.